ഏത് ടെൻഷനും ഏത് സങ്കടത്തിനും അള്ളാഹുവിന്റെ ഖുർആൻ മരുന്നാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ പ്രവാചകരോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് വന്നിട്ട് വിളിക്കുന്നു, നബിയേ ഇതെന്ത് കിടപ്പാ നബിയേ. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, നബിയെ കുറച്ച് നിസ്കരിക്കണം നബിയെ രാത്രിയില്. അത് മാത്രവുമല്ല വറത്തിലിൽ ഖുർആന തർതീലാ, അത് മാത്രല്ല നബി എങ്ങനെ കിടക്കരുത്. എന്തിനെങ്ങനെ പുതപ്പം മൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുന്നേൽക്കുന്ന ഹബീബേ, എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് നിസ്കരിക്കും. അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്തുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാൻ, അള്ളാഹുവിന്റെ സ്നേഹാത് വിഷമിക്കല്ലേ നബിയെ, ഒന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നിസ്കരിച്ചിട്ട് വറത്തിലിൽ ഖുർആന തർതീല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ സാവധാനത്തിൽ ഓതാൻ. യാസീമൽ ഖുർആനിലൊക്കെ അതല്ല, അങ്ങനല്ല. നല്ലത് നമ്മൾ ഇനി ഓതുന്ന എൻ്റെ പൊന്നാര വാപ്പമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒരു ഖത്തമാണെങ്കിൽ പോലും വേണ്ട, ഒരു പേജാണെങ്കിൽ പോലും, ഒരു ഒറ്റ പേജാണെങ്കിൽ പോലും അത് വേണ്ടുന്ന കോലത്തിലോ അവിടെ നമുക്ക് അതിന്റെ കൂലി കിട്ടുക അല്ലേ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെ ഓതിയാലും മതി, അതിന് വല്ലാത്ത പുണ്യമാണ്. ഓതുന്നതിന് ഓരോ മഹത്വങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞാൽ 5 ഖത്തം തീർത്തു, 5 ഖത്തം നിങ്ങൾക്ക് ലഭിക്കൂല. കാരണം അത് മൊത്തം നിങ്ങൾ ശപിച്ചിട്ടുണ്ടാവും. കാരണം ഓതേണ്ടുന്ന കോലത്തിലല്ല ഓതാ. ഒരു പേജ് ഓതിയാലും അള്ളാന്റെ ഹബീബിനോട് പോലും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞത് വറത്തിലിൽ ഖുർആന തർതീല, നബിയെ സാവധാനത്തിൽ ഓതി നബിയെ. അങ്ങനെ ഓതി എല്ലാ ടെൻഷനും മാറുന്നാണ്, എല്ലാ സങ്കടവും മാറുന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തുകൾ നമ്മൾ മോദിയാൽ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുസമ്മിൽ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ പറയുന്നത്. ഇന്ന് രോഗത്തിന്റെ മേൽ രോഗങ്ങളായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. അള്ളാന്റെ പ്രവാചകർ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ ഈ സൂറത്തിന്റെ ഒരു മഹത്വം പഠിപ്പിക്കാൻ സമയമില്ല. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോൾ പടച്ചവനെ, അവിടുന്ന് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയെ അല്ല അലിയേ, അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട 2 മക്കൾക്കും രോഗമാണ് അലിയേ. എനിക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്, ആ 2 മക്കൾക്ക് രോഗാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം കൊണ്ട് പറയുന്നു വിട്ടു. ഒരു സ്വലാത്ത് എല്ലാവരും ഉറക്കെ ഒന്ന് ചൊല്ലിക്കേ മദീനയിലേക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലി മുഴുവൻ ആളുകളെയും ഹബീബിന്റെ പരിശുദ്ധമായ ശഫാഅത്ത് കിട്ടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹൗദുൽ കൗസർ ലഭിക്കുന്നവരുടെ കൂട്ടത്തില് നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിഹഖിൻ നബിയ്യി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സദസ്സിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. എല്ലാവരും, ചില ആളുകൾ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പഴഞ്ചോറൊന്നും നല്ല കാര്യമുണ്ട്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും. ഏതായാലും ഇവിടെ അങ്ങനെ ഇല്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഇപ്പം എത്ര മണിയായി? 10:50 ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് എൻ്റെ സമയമായി ഒരു 1/2 മണിക്കൂറോടെ ചോദിക്കാൻ, അത്ര ഇപ്പം അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. ഈ ഒരു 1/2 മണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉണ്ടാകുമെന്നുള്ളവർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഉസ്താദ് എന്ന് പറയാൻ ആകെ, എന്നാൽ എനിക്ക് പറയാൻ ഉഷാറുണ്ടാവുമല്ലോ.
അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവർ ചെറുതായിട്ടൊന്ന് ഒന്ന് കൈ കാണിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പറയാന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് താഴ്ത്തിയിട്ടോളി. ആ കരങ്ങൾ കൊണ്ട് ഹബീബിന്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കുള്ള സൗഭാഗ്യം അല്ലാഹു തആല തരട്ടെ. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം തരട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ വലിയ സങ്കടം വന്നിട്ട് പറയുന്നത് നബിയെ സഹിക്കുന്നില്ല, മക്കൾക്ക് 2 രോഗമുണ്ട്. ഇവിടെ ഒരുപാട് കൊച്ചുമക്കളുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. പറയും വാപ്പ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ മരിച്ചു കിടന്നാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കൾ അള്ളാഹു തആല നമുക്ക് തരട്ടെ. മക്കൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു പവർ, അവരുടെ മനസ്സിലുള്ള സങ്കടം, പടച്ചോൻ എൻ്റെ വാപ്പാണല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ മയ്യത്ത് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ, അല്ലാഹുമ്മ ഗഫിർ ലഹാ എന്ന് ഉമ്മാക്ക് വേണ്ടി പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയൊരു ആനന്ദം എന്താ? അതുകൊണ്ട് പടച്ചോനെ നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന, നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. അല്ലാഹ് നമ്മൾ ചെയ്തതിനൊക്കെ പകരം അവർ നമുക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കി ഈ 2 മക്കൾ വല്ലാത്ത രോഗാൻ. അല്ലാഹുവേ, അവിടുന്ന് കടന്നു വരികയാ. ഈ സദസ്സ് അവിടുന്ന് പിരിയാ നേരം നമ്മുടെ കണ്ണു നിറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടാ നിർത്തുന്നത്. അല്ലാഹുവേ, ഈ 2 മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. കൊച്ചുമക്കളാണ് അലിയേ, അവര് വേദന കൊണ്ട് വിളിക്കുന്നുണ്ട് അലിയേ. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, വിഷമം സഹിക്കാൻ കഴിയുന്നില്ല, ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്നൊന്ന് തരുമോ? ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു മരുന്ന് ഞാൻ തരാ. ആ മരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അല്ലാഹു നിങ്ങളുടെ മക്കളുടെ ഏത് രോഗമാണോ ആ രോഗത്തിന് അല്ലാഹു ശമനം കൊടുക്കുമെന്ന് മാത്രമല്ല, അത് ഹബീബിനോടുള്ള മഹബ്ബത്ത് കൂടിയാ. ഉടൻ തന്നെ അവിടെ നിന്ന് ചോദിക്കുന്നൊന്ന് പഠിപ്പിക്കുമോ? ഉടൻ തന്നെ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ആ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവേ, വേദനയോടെ നൊമ്പരത്തോടെ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് ഓടുകയാണ്. വീടിന്റെ അകത്തട്ടില് 7 ദിവസമാണ് കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുത്തത്. സൂറത്തുൽ മുസമ്മിൽ മുഴുവനായിട്ട് അങ്ങ് ഓതി കൊടുക്കുകയാ. പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് ആരോഗ്യം വരികയാണ്. പ്രിയപ്പെട്ട പുന്നാര മക്കള് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. ആ 2 മക്കളെയും ഒക്കെ തിരുത്തിയിട്ട് ഈ സ്വഹാബി അലിയാർ തങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാണ്. യാ അലിയേ, എന്റെ മക്കള് ചിരിക്കുന്നല്ലോ, എന്റെ മക്കള് സന്തോഷിക്കുന്നല്ലോ, എന്റെ മക്കൾ ആനന്ദിക്കുന്നല്ലോ. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, സൂറത്തുൽ മുസമ്മിലാണ്. എന്റെ മക്കളുടെ അവസ്ഥയൊന്ന് പറയട്ടെ അലിയേ. എന്റെ മക്കളുടെ ശരീരം മുഴുവനും പൊള്ളി വന്നിട്ട്, അത് മുറിഞ്ഞങ്ങ് പൊട്ടിയിട്ട്, അതിലൂടെ ചലങ്ങൾ വന്നിട്ട് സങ്കടത്തിലാ. ഞങ്ങൾ കൊച്ചുമക്കളെ എടുത്തങ്ങ് ചേർത്ത് പിടിച്ചാൽ അവിടെ നിന്നതാ നമ്മുടെ ശരീരവും അവരുടെ മുറിവും തങ്ങളങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. വലിച്ചെടുക്കുമ്പോ അല്ലാഹുവേ, പൊന്നുമക്കളുടെ ശരീരത്തുള്ള ആ മുറിവങ്ങ് പൊട്ടുകയാ. അത്രയും വേദനയോടെ, അത്രയും സങ്കടത്തോടെ, അത്രയും നൊമ്പരത്തോടെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് കരഞ്ഞതാണ്. മുസ്തഫ നബി തങ്ങളോടുള്ള അനുരാഗവും ഇഷ്കും വെച്ചുകൊണ്ട് സൂറത്തുൽ മുസമ്മിൽ ഓതിയപ്പോ അല്ലാഹുവിന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്ലാഹു ശമനം ചെയ്തു അലിയേ. അല്ലാഹുവിന്റെ മക്കളുടെ രോഗത്തിന്റെ എല്ലാ അത്ഭുതകരമായിട്ട് മാറ്റി. ഇപ്പൊ എന്റെ മക്കൾക്ക് നല്ല ഉഷാറാണ്. പെങ്ങന്മാരെ, എല്ലാവർക്കും സങ്കടാണ്, മക്കൾക്ക് രോഗാണ്. എല്ലായിടത്തും എല്ലാം പരാതി എന്താ? മക്കൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, രോഗാണ്. ദ്വാരക്കണം പെങ്ങളെ. അള്ളാന്റെ ഹബീബിന്റെ പാഠങ്ങൾ നമ്മളൊന്ന് ചെയ്യേ. സ്വഹാബത്ത് ചെയ്തിട്ടുള്ള പാഠങ്ങളൊന്ന് ചെയ്തു നോക്ക്.
നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒന്നാമതായിട്ട് നബി തങ്ങളുടെ ഉമ്മനീരിനെ പറ്റി പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് നബി തങ്ങളോടുള്ള ഇഷ്ക് വരാനുള്ള കാരണം മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരലാൻ 4 കാര്യങ്ങളാണ്. ഈ 4 പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ സാധുക്കളെ സഹായിക്കണമെന്നാണ്. ഇത് പറയുമ്പോ ഇവരെന്നോട് അതന്നെ പറയണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മുത്ത് നബിയോട് ഇഷ്കാ പറയുന്നത്. അങ്ങനെ സഹായിക്കാൻ കഴിയണമെങ്കിൽ, സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്ക് ഉണ്ടാകണം. അതിൽ മുൻപന്തിയിൽ ആരാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അവരൊക്കെ പറയും നിങ്ങളുടെ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് മാഷാ അല്ലാഹ് റളിയല്ലാഹു അൻഹു ഉറക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ എൻ്റെ പൊന്നാര വാപ്പമാരെ, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പാഠം മാത്രം നമ്മൾ 2-3 ദിവസം നമുക്ക് വളരേണ്ട അത്രയും ബഹറാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ. ആ ഉമർ ഇതുപോലെ വേറെ ആളുണ്ട്. ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ഒരുപാട് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്നൊരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു. ആരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇല്ലേ, എല്ലാ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാം. എന്തെങ്കിലും അവർക്ക് കിട്ടിയാലും ഉമർ ബിൻ അബ്ദുൽ അസീസ് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കും. അതല്ലേ ഒരു കിഴവി വന്നിട്ട് എവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീടെന്ന് ചോദിച്ചില്ലേ? അല്ലേ, ഉണ്ടു സഖീ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകനായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. അബ്ദുൽ അസീസിന് വേണമെങ്കിൽ റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ കിട്ടുന്നത് മുഴുവൻ തന്റെ ജീവിതത്തിന് വേണ്ടി എടുക്കാം. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ എന്ത് കിട്ടിയാലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനം ഇല്ലേ. എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി ഞാനൊന്ന് പഠിപ്പിക്കട്ടെ. കിസ്റ കൈസറിന്റെ കോട്ടകൊത്തളത്തിൽ നിന്ന് ഒരാളെ കടന്നു വരികയാണ്. എന്തിനാണ്? ഖലീഫ ഉമറിനെ കാണാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണണമെന്നുള്ള ആശയോടെ സ്വർണങ്ങളൊക്കെ ധരിച്ചു കൊണ്ടൊരാൾ കടന്നു വന്നു. അല്ലാഹുവേ, മദീനത്ത് നോക്കുമ്പോഴെല്ലാം കൊച്ചു കൊച്ചു വീടാണ്. കിസ്റ കൈസറിലാണെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, മണിമാളികയുണ്ട്. എല്ലാം അവർ അടിച്ചു പൊളിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ അതാ വന്ന് നോക്കുമ്പോഴെല്ലാം ചെറിയ ചെറിയ വീട്. അപ്പോഴാണ് കുറച്ച് കാണാൻ കൊള്ളാവുന്നൊരു വീട്. ആ വീട്ടിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ കിടന്നുകൊണ്ട് ഉറങ്ങുകയാണ്. ഈ വന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങളിൽ ആരാണ് ഉമർ ഖലീഫ? ഖലീഫ ഉമർ ആരാ? എനിക്ക് ഖലീഫ ഉമറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീടിന്റെ മുറ്റത്ത് കിടന്ന് ഉറങ്ങുന്ന ആള് പറഞ്ഞു, എന്നോട് പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞു, പറ്റൂല, നിന്നോട് പറയൂല. നിനക്കെന്ത് എന്നോട് പറഞ്ഞാല്? നിന്നോട് പറയൂല. ഖലീഫ ഉമറിനോടാണ് കാര്യം പറയാനുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വാഗ്വാദമായി കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരാൾ കടന്നു വരുന്ന വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ആരാണ് കടന്നു വരുന്നത് എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനായ അലിയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ് കടന്നു വരുന്നത്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാനതാ കിസ്റ കൈസറിൽ നിന്നാണ് വരുന്നത്. ഖലീഫ ഉമറിനെ കാണാനാണ് വന്നത്. ഇദ്ദേഹത്തിനോട് ഖലീഫ ഉമർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആരാണ് ഖലീഫ ഉമർ എന്ന് പറയുമോ? ഇത് കേട്ടപാട് ഫബക്കാ ബുകാഅൻ ശദീദാ,
അലിയാർ തങ്ങൾ വല്ലാതങ്ങ് കരയുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, അവിടുന്ന് ഖലീഫ ഉമറിനെ ചോദിച്ചപ്പോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കരയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, മണ്ണിന്റെ തലയിണ വിരിച്ച് കിടന്നത് ഇതാണ് ഖലീഫ ഉമർ. ഈ നിൽക്കുന്ന ആളാണ് ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ. പടച്ചവരെ, കിസ്റ കൈസറിന്റെ ഭാഗത്തുനിന്ന് സ്വർണങ്ങൾ പൂശിയിട്ട് കടന്നു വന്ന മനുഷ്യൻ അന്തം വിട്ടു പോവുകയാണ്. ഇതാണോ ഖലീഫ ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് അന്തം വിട്ട് അന്താളിച്ചു പോയെങ്കിൽ, അങ്ങനെ ഉള്ള ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പാതിരാത്രിയിൽ ഇറങ്ങി വന്ന് സഞ്ചരിക്കുകയാണ്. പാതിരാത്രിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് കേട്ടതാ. ഒരു പെണ്ണിന്റെ പ്രസവവുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ ഭാര്യയുമായി കടന്നുപോയ കഥ നമ്മൾ കേട്ടതാണ്. എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചൊരു കഥയാ ഞാൻ പറയുന്നത്. പാതിരാത്രിയിൽ നടന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് അങ്ങ് നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് കൊച്ചുമക്കളുടെ കരച്ചിൽ കേൾക്കുന്നത്. ഉമ്മാ, വിശക്കുന്നു ഉമ്മാ. അല്ലാഹുവേ, നബി തങ്ങളോട് മഹബ്ബത്ത് വെച്ച, നബി തങ്ങളോട് ഇഷ്ക് വെച്ച, നബി തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ തങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് കരച്ചിൽ കേൾക്കുന്നത്. ആരാണ് കരയുന്നത് എന്നറിയില്ല. മെല്ലെ ആ വീടിന്റെ ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാതു കൊടുക്കുകയാണ്. ആ സമയം അല്ലാഹുവേ, അവിടെ ഒരു പെണ്ണ് വിളിച്ചു പറയുന്നു, മക്കളെ, നിങ്ങളെ ഉമർ കാണൂല. ഉമറിനെ പറ്റി എല്ലാവരും നല്ലത് പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് പറയാൻ കഴിയില്ലല്ലോ മക്കളെ. കാരണം എന്താണ്? ബാപ്പയില്ലാത്ത മക്കളാ നിങ്ങള്, ബാപ്പയില്ലാത്ത മക്കളാ നിങ്ങള്. എന്നിട്ട് എന്തേ ഉമർ, ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ വരുന്നില്ല? എവിടെ ഉമർ? മക്കളെ, നിങ്ങൾ വിശക്കുന്നെന്ന് പറയുമ്പോ ഉമ്മാക്ക് തരാൻ ഒന്നുമില്ല, ഉമ്മാടെ കയ്യിൽ ഒന്നുമില്ല, വിശപ്പിന് തരാൻ ഒന്നുമില്ല. വാപ്പ മരിച്ചതല്ലേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി പോകാൻ പോലും പറ്റൂല. വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അല്ലാഹുവേ, മറയുടെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേൾക്കുകയാണ്. അവിടന്ന് തേങ്ങി വന്ന് കരയണമെന്നുണ്ട്. പക്ഷേ അവിടന്ന് കരയാതെ ഉമർ തങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, വരുമോ? അവിടന്ന് മാവെടുക്കുമോ? അവിടന്ന് എന്നോടൊപ്പം ഒന്ന് കടന്നു വരുമോ? പാതിരാത്രിയിൽ നടന്ന് ക്ഷീണിച്ചവശരായി രണ്ടുപേരും ഒരു വീട്ടിന്റെ വാതിൽ പടിയിൽ പോയിട്ട് മുട്ടുകയാണ്. ഭാര്യയോട് പറഞ്ഞു, അല്ലയോ പെണ്ണേ, എന്നെ ഒരിക്കലും അവിടന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കരുത്. ഞാൻ ഉമറാണെന്ന് അറിയരുത്. ഞാൻ ഈ വീടിന്റെ പുറം ഭാഗത്തു നിൽക്കാ. നീ അവിടന്ന് വീടിന്റെ അകത്ത് പോയിട്ട് കൊച്ചുമക്കളുടെ കരച്ചിലാണ് കേട്ടുപോയത്. അതുകൊണ്ടാ പ്രിയപ്പെട്ട പുന്നാര മക്കളെ, അവർക്ക് എന്ത് വേണോ നീ ചെയ്തു കൊടുക്കുമോ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ദുഃഖത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ, അവിടന്ന് ഭാര്യ പോയിട്ട് അവിടന്ന് ഭക്ഷണം വെക്കുകയോ. അല്ലാഹുവേ, അവിടന്ന് കുറച്ച് തുണിയെടുക്കുകയാണ്. എന്തേ തുണിയെന്നറിയുമോ? കൊച്ചുമക്കളുടെ വസ്ത്രങ്ങളാണ്. അതിൽ മലമുണ്ട്, മൂത്രമുണ്ട്. പക്ഷേ ഉമർ തങ്ങൾക്ക് അവിടന്നൊരു മടുപ്പ് തോന്നിയില്ല. രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ അവിടന്നത് കൊണ്ടുപോയിട്ട് പാതിരാത്രിയിൽ കഴുകിയിടുകയാണ്. അതിനെ ശുദ്ധിയാക്കുകയാണ്. ഭക്ഷണം അങ്ങ് വെച്ചിട്ടതാ പ്രിയപ്പെട്ട മക്കൾക്ക്, ഈ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങ് വായിലേക്ക് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ ആ മക്കൾ വളരെ ആവേശത്തോടെ കഴിക്കുകയാണ്. എത്രയോ ദിവസം പട്ടിണി കിടന്നു പോയ മക്കളാണ്. ഉമ്മാ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ മക്കളാണ്. സഹിക്കുന്നില്ല ഉമ്മ, മരിച്ചു പോകുമോ ഉമ്മ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ
ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അങ്ങനെ ഉള്ള മക്കളതാ കളിക്കാൻ തുടങ്ങി. പാതിരാത്രിയിൽ മക്കൾ ഓടാൻ തുടങ്ങി. അവിടെ ആ സമയത്ത് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നീ കടന്നിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ടവളെ, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? നിങ്ങൾ നമുക്ക് ഭക്ഷണം തന്നല്ലോ, നമ്മുടെ വിശപ്പ് മാറ്റിയല്ലോ, എന്റെ മക്കളുടെ സങ്കടം മാറ്റിയല്ലോ, എന്റെ മക്കളുടെ വേദന മാറ്റിയല്ലോ. അല്ലാഹുവേ സന്തോഷമായി. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ രാജ്യം ഭരിക്കുന്നൊരു ഉമറുണ്ട്. അദ്ദേഹമാണല്ലോ ഈ രാജ്യത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫ ഉമർ. എന്തേ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയൊരു വിധവയാ ഞാൻ. എനിക്ക് എത്രയോ വിശപ്പ് സഹിച്ചു, എന്റെ മക്കൾ എത്ര വിശപ്പ് സഹിച്ചു. അല്ലാഹ് ഒരു നോക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരാളെ പറഞ്ഞു വിട്ടിരുന്നു മുഴുവനും നോക്കാൻ, അന്വേഷിക്കാൻ. അദ്ദേഹം പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എല്ലാവരും സേഫ്റ്റിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഉമർ തങ്ങൾ അറിഞ്ഞില്ല, അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വിശക്കുന്ന മക്കളെ കണ്ടുപിടിച്ചത്. ഈ പെണ്ണ് പറഞ്ഞു, മോളെ, ഉമർ അത്ര നല്ലൊരാളല്ലല്ലോ. കാരണം എന്താ? ഇത്രയും വിശന്നുകൊണ്ട് എന്റെ മക്കളെ കിടന്ന് കരഞ്ഞിട്ട് പോലും ആ ഉമർ നോക്ക് പോലും വന്നിട്ട് എന്റെ പൊന്നുമക്കളെ നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ വീടിന്റെ പുറം ഭാഗത്ത് നിന്നിട്ട് ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങി. അവിടെ നിന്ന് പ്രിയപ്പെട്ടവൾക്ക് പറയണമെന്നുണ്ട്, ഇത് ഉമറാണെന്ന് പറയണമെന്നുണ്ട്, ഇതാണ് ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഒരൊറ്റ വാക്കുപോലും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. അവസാനം അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുങ്ങുമ്പോൾ വാപ്പയില്ലാത്ത അനാഥ മക്കളെ കാണുകയാണ്. ഓ പ്രിയപ്പെട്ട മക്കൾ അരികത്തേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുകയാ. കവിൽ തടത്തിൽ തുരുതുരാ മുത്തം കൊടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഈ ഉള്ളവനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങി. അപ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാത്തത് കൊണ്ട് ഒരാള് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. പടച്ചവനെ, എപ്പോഴാണ് വീടിന്റെ അകത്തട്ടിലുള്ള പെണ്ണറിയുന്നത്, ഇതാണോ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇതാണോ വേച്ച് 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 നിങ്ങൾ നടന്നതെന്തിനാ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങള് അവിടെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, എന്തേ സങ്കടപ്പെടുന്നത്? ആ ചുക്കിച്ചുളിഞ്ഞ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിറങ്ങുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചോദിക്കാട്, എന്ത് പറ്റി ഉമ്മ? അവിടെ പറഞ്ഞ എന്റെ വീട്ടില് എനിക്ക് 3 പേരക്കുട്ടികളുണ്ട്, അവര് 3 പെൺമക്കളാണ്. അവര് 3 പെൺമക്കളാണ്. അവര് വിശക്കുന്നവരാ, അവര് ദാഹിക്കുന്നവരാണ്. പുറം ലോകത്ത് ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടാൻ സങ്കടമാണ്, വിഷമമാണ്, ദുഃഖമാണ്. അല്ലയോ അബ്ദുറഹ്മാൻ തങ്ങളെ? അല്ലാഹുവേ, അവർക്ക് അന്തസ്സുണ്ട്, അവർക്ക് അഭിമാനമുണ്ട്, പിന്നെങ്ങനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം എന്റെ മകന്റെ കുട്ടി പട്ടിണിയാ. അല്ലാഹു, എത്രയോ പാവപ്പെട്ട അനാഥ മക്കളുണ്ട്, പാവപ്പെട്ട വിഷമത്തോടെ കഴിയുന്ന പെൺമക്കളുണ്ട്. അവിടെ നിന്ന് പറയാണ്, തങ്ങളെ, എന്റെ മക്കൾക്ക് വിവാഹപ്രായമെത്തിയവരാണ്, ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല. സങ്കടത്തിലും ദുഃഖത്തിലുമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണ്. വിഷമത്തിന്റെ വടികളിലൂടെ കടന്നു പോവുകയാണ്, മുമ്പരത്തിന്റെ വടികളിലൂടെ കടന്നു പോവുകയാ.
ഒരു ദിർഹമില്ല എന്റെ കയ്യില്, ഒരു സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ല എന്റെ കയ്യില്. എന്റെ പ്രിയമുള്ളവരെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുമ്പോഴാണ് രണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ സഹാബത്ത് വരുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, സഹാബാ, ഈ വന്നുകൊണ്ട് കരയുന്നത് നിങ്ങളുടെ ഉമ്മയെ പോലത്തെ ഉമ്മയാ. ഈ ഉമ്മയുടെ വീടിന്റെ അകത്തട്ടില് പാപ്പയില്ലാത്ത 2 മക്കളുണ്ട്, ഉമ്മയില്ലാത്ത 3 പെൺമക്കളുണ്ട്. അതുകൊണ്ട് ആ മക്കളെ സഹായിക്കാ നിങ്ങൾ റെഡിയാണോ? അവരെ വന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ നിന്ന് സാധിക്കും. പക്ഷേ അവിടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹാബാ, നിങ്ങളിൽ ആർക്കാണ് ഹബീബിനോട് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളവരാർക്കാണ്? അവിടെ നിന്ന് പറഞ്ഞ്, എന്തേ അബ്ദുറഹ്മാൻ ഇങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങളുടെ കരളാ, ഞങ്ങളുടെ ജീവനാ. ആ മുസ്തഫ നബി തങ്ങളോട് മഹബത്തില്ലെന്ന് പറയാൻ പറ്റുമോ അബ്ദുറഹ്മാൻ? അങ്ങനെ പറയല്ലേ. ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാ, എന്നാ നിങ്ങൾ നബി തങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നല്ലോ, ഇഷ്ടപ്പെടുന്നെന്ന് പറയുന്നല്ലോ, സങ്കടമില്ലാതെ നബി തങ്ങളെ പിൻപറ്റുന്നെന്ന് പറയുന്നല്ലോ. എന്നാൽ പറയട്ടെ, ആ മക്കളുടെ വിവാഹം കഴിപ്പിക്കാ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? അവർ 2 പേരും അങ്ങ് കരഞ്ഞിട്ട് പറയാ, കണ്ടോ തങ്ങളെ, അവിടന്ന് കൂലിപ്പണി ചെയ്തിട്ട് കൈ 2 തഴമ്പ് പിടിച്ചിരിക്കുകയാ. വീട്ടിൽ പോലും നല്ലതുപോലെ ഭക്ഷണമില്ല. പിന്നെങ്ങനാ ഞങ്ങൾ ഈ പാവപ്പെട്ട മക്കളെ വന്ന് സഹായിക്കുന്നത്? നബിതങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നബിതങ്ങളോട് വല്ലാത്ത അടങ്ങാത്ത പ്രേമമാണ്, വല്ലാത്ത അനുരാഗമാണ്, വല്ലാത്ത ഇഷ്കാട്, വല്ലാത്ത മഹബത്താണ്. ഞാൻ ചുരുക്കിക്കൊണ്ട് വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് 3 ദിവസത്തെ പരിപാടി ഇനി നമുക്കിവിടെ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ ചെറുപ്പക്കാരിറങ്ങുകയാ, മദീനയുടെ ഭാഗത്തുകൂടെ കടന്നുപോയി ഓരോ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഓരോരുത്തരെ കയ്യിലുള്ളത് പോലെ കൊടുക്കുകയാ. ഇന്ന് ചുറ്റുമൂലയില് ഇവിടെ ഇരിക്കുന്നവരെ പറ്റി പടച്ചറപ്പേ, ഇതിന്റെ തൊട്ടടുത്തൊക്കെ പരിപാടിക്കന്ന് കൊറോണക്ക് മുമ്പ് കടന്നു വന്നപ്പോഴൊക്കെ ഒരുപാട് സഹായിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്, ഒരുപാട് സഹകരിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. എന്റെ പൊന്നു വാപ്പമാരെ, പൊന്നമ്മമാരെ, ഈ 2 ചെറുപ്പക്കാർ ഇറങ്ങി പിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഇത് പിരിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ പൊട്ടിയ സ്വർണമുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയാ, ഇതല്ലാതെ ഒന്നും കിട്ടിയില്ല തങ്ങളെ, ഇതല്ലാതെ ഒന്നും കിട്ടിയില്ല തങ്ങളെ, ഇതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റും പോലൊക്കെ ഞങ്ങൾ പരിശ്രമിച്ചു. ആ സമയം അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തത് എനിക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രവാചകരോട് ഇഷ്ക് വെച്ചപ്പോഴാണ്. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരുണ്ടോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കടന്നു പോവുകയാ. അല്ലാഹുവേ, ചെല്ലുന്ന സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. അതാ കൂടെ ഉള്ളവർ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്താൻ കടന്നു പോകുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞ്, വിളിക്കണ്ട, എന്റെ അബൂ തൽഹ ഉറങ്ങട്ടെ, രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വിളിക്കല്ലേ സഹാബാ, ഞാൻ പോവുകയാണ്. എന്റെ അബൂ തൽഹ ഉണർന്നാൽ നിങ്ങളിൽ ഒരാൾ കടന്നു വന്നിട്ട് എന്നോട് അബൂ തൽഹ ഉണർന്നു എന്ന് പറയണം. എന്റെ അബൂ തൽഹയോട് ഞാൻ വന്നിരുന്നെന്ന് പറയേണ്ട കാരണം എന്തെന്നറിയുമോ? അബൂ തൽഹ എന്നെ കാണാൽ എഴുന്നേറ്റ് വരുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പറയല്ലോ,
അല്ലാഹുവേ വേദനയോടെ നൊമ്പരത്തോടെ മുസ്തഫ നബി തങ്ങളെ കടന്നു പോവുകയാണ്. ആ സമയം അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉണരുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നീറുന്ന മനസ്സോടെ കിടക്കുമ്പോൾ അറിയാതെ ഒരാൾ പറഞ്ഞു പോയി, അബൂ തൽഹ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നത്? എന്റെ പ്രവാചകരെ കാണാൻ ഈ ഒരു മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്ന എനിക്ക് എന്റെ പ്രവാചകരെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമായിരുന്നല്ലോ, നിങ്ങളത് കളഞ്ഞല്ലോ. ആ സമയത്താണ് അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, അതിനെന്തിനാണ് അബൂ തൽഹ നിങ്ങൾ പേടിക്കുന്നത്? കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അബൂ തൽഹ വല്ലാഹ് എനിക്കെന്റെ റസൂലുള്ളാഹിനെ കാണണ്ട. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉപ്പമാര് ഉമ്മമാര് എല്ലാവരും മനസ്സുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ മരിക്കുന്ന സമയത്തെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ വന്ന് കാണിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് മനസ്സ് പൊട്ടിയിട്ട് കിടക്കുന്നതെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വേണ്ട, എന്നെ വിളിക്കണ്ട, എന്റെ റസൂലുള്ളാഹിനെ വിളിക്കണ്ട. അല്ലാ അല്ലാ അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയാതെ സങ്കടത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകർ കടന്നു വരികയാ. നബി തങ്ങൾ കടന്നു വന്നിട്ട് ആളുകളോട് ചോദിക്കുകയാണ്, എന്തേ എന്റെ അബൂ തൽഹ സങ്കടത്തിൽ കിടന്നിട്ട്, എന്റെ അബൂ തൽഹ ഉണർന്നിട്ട് എന്തേ ഒരു വാക്കുപോലും നിങ്ങൾ പറയാ എന്റെ അടുക്കലേക്ക് നിങ്ങൾ വരാത്തത്? സ്വഹാബാ നിങ്ങൾ വരാത്തത്? ഉടൻ തന്നെ അവിടെ നിന്ന് പറയുകയാണ്, ഹബീബേ ഞങ്ങൾ വരാ ഒരുങ്ങിയതാണ്, പക്ഷേ അവിടെ അബൂ തൽഹ വിട്ടില്ല നബിയേ. അബൂ തൽഹ പറഞ്ഞു പോയത്, എന്റെ പ്രവാചകർ എനിക്ക് കാണണ്ടെന്നാ നബിയേ, എന്റെ റസൂലുള്ളാഹി എനിക്ക് കാണണ്ടെന്നാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയതെന്ന് പറയുമ്പോ എന്തേ കാരണം ചോദിച്ചു. ആ സമയം അവര് പറഞ്ഞത്, എന്റെ റസൂലുള്ള വരുന്ന വഴിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് കളിയാക്കുന്നവരുണ്ട്, അവരാരെങ്കിലും എന്റെ പ്രവാചകരെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിച്ചാൽ അല്ലാഹുവേ എനിക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പ്രവാചകരെ വിളിക്കണ്ടെന്ന് പറഞ്ഞു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു കൊള്ളുക, അബൂ തൽഹ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ പോലും അല്ലാഹുവിന്റെ പ്രവാചകരെ കാണണ്ട എന്ന് പറഞ്ഞത് നബി തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നബി തങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ചോ മുസ്തഫ നബി തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ്. മുസ്തഫ നബി തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടവും അടങ്ങാത്ത സ്നേഹവും കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ മനസ്സിലാക്കണം, ഇഷ്ക് പല കോലത്തിലാണ്. ചില ആളുകൾ പാട്ട് പാടും നബി തങ്ങളോടുള്ള ഇഷ്ക് വരുമ്പോൾ, ചില ആളുകൾ സ്വലാത്ത് ചൊല്ലും, ചില ആളുകൾ നബി തങ്ങൾക്ക് ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞിട്ട് ഭക്ഷണം വെച്ചു കൊടുക്കും. എല്ലാം ഇഷ്കിന്റെ ഭാഗമാണ്. മരണത്തിന്റെ വേളയിൽ കാണണ്ടെന്ന് പറഞ്ഞത് നബി തങ്ങളോടുള്ള വെറുപ്പല്ല, മുസ്തഫ നബി തങ്ങളോടുള്ള അനുരാഗമാണ്, ഇഷ്കാണ് അവർക്കുള്ള. ഇല്ലേ, നമുക്കിന്ന് ഇവിടെ നമ്മളൊന്നിപ്പോ ഒരു വാലിന്റെ സദസ്സിൽ വന്നാൽ പോലും ഞാനും നിങ്ങളും അല്ലാഹുവേ നമുക്കൊന്ന് ഉറക്ക സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നുണ്ട് കേട്ടോ, നമുക്കൊന്നിപ്പോ ഒന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലാൻ പോലും നമ്മളെ കൊണ്ട് പറ്റണില്ല. അങ്ങനത്തെ അവസ്ഥയല്ലേ. അല്ലാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. വാപ്പ ഒന്ന് ഉറക്കെ പറയാം, അല്ലാഹു നമ്മളെല്ലാവരെയും പടച്ചറബ് രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഞാൻ വലിയൊരു വലിപ്പൊന്നും നോക്കിയല്ല ഞാൻ പറയാ, ഉള്ളവരോട് പറയാൻ, അല്ലാഹുവേ ഈ സദസ്സിൽ വന്നവരെ ഹബീബിനോടുള്ള ഇഷ്കിന്റെ അനുരാഗത്തിന്റെ സന്തോഷം കൊണ്ട് അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. നിങ്ങളുടെ മനസ്സ്, ഇവിടെ ഒരുപാട് മലക്കുകളുണ്ട്,
നമ്മൾ കാണൂല. ഒരുപാട് മലക്കലുണ്ട്. അപ്പൊ ആ മലക്കളുടെ കാവൽ നമുക്ക് കിട്ടും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇല്ലേ, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വെക്കുന്നത് നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയിട്ടാണ്. നബി തങ്ങളുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ തൊപ്പി ധരിക്കുന്നുണ്ട്, തലമറയ്ക്കുന്നുണ്ട്, ഓരോന്നും എന്തെല്ലാം ചെയ്യുന്നു, നിസ്കാരത്തിന്റെ ഇടയിലുള്ള പലതും, അങ്ങനെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് വേണ്ടി ചെയ്യുന്നു. അത് നബി തങ്ങളോടുള്ള ഇഷ്കാണ്, നബി തങ്ങളോടുള്ള സ്നേഹമാണ്. ഇല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതും നബി തങ്ങളോടുള്ള ഇഷ്കാണ്. അല്ലേ, ചില കാര്യം നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു, ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവരുന്നത് വെറുതെ ആവൂല, മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്കാവും. അതുകൊണ്ടാണ് ഇവിടെ സന്തോഷം ഞാൻ പഠിപ്പിച്ചു തരാ. നമ്മൾ ഈ പഠിപ്പിച്ച അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്നെ ഒരു വേള അതാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോവുകയാ. ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 2 ഖുർആനിന്റെ ആയത്തുണ്ട്. യാ അല്ലാഹ്, അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോയിട്ട് സലാം പറയുന്നു. പക്ഷേ സലാം പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല. നബി തങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ആ പൂമുഖത്തേക്ക് നോക്കുമ്പോ തന്നെ മഹാനുഭാവന് മനസ്സിലായല്ലോ, എന്തേ സങ്കടം വന്നിട്ടുണ്ട്, എന്തേ ദുഃഖം വന്നിട്ടുണ്ട്. അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അധികമൊന്നും സംസാരിച്ചില്ല. അവസാനം നബി തങ്ങളോടൊപ്പം ജമാഅത്തിന്റെ നിസ്കാരത്തിന് വേണ്ടി കടന്നു പോവുകയാ. നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ നോക്കുമ്പോ ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകർ പുഞ്ചിരിക്കുകയാണ്. നബി തങ്ങൾ പുഞ്ചിരിക്കുന്ന കാണുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തേ ഞാൻ കടന്നു വന്ന സമയത്ത് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നല്ല നബിയേ, വല്ലാത്ത വിഷമമുണ്ടായിരുന്നല്ല നബിയേ, എന്ത് പറ്റിയെന്ന് പറയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഞാൻ നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്ന സഹാബാ. ആ ടെൻഷനോടെ സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മാലാക മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വരുന്നത്. മലക്ക് ജിബ്രീൽ വന്നിട്ട് അവിടെ നിന്ന് ഓതി തന്നു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ അസ്മാഉൽ ഹുസ്ന എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകൾ എനിക്ക് ഓതി തന്നപ്പോ എന്റെ സങ്കടമങ്ങ് മാറി. അബൂ തൽഹ, എന്റെ വിഷമം അങ്ങ് മാറിയല്ലോ അബൂ തൽഹ. ഇന്നിവിടെ ഇരിക്കുന്ന ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിലെന്ന് സങ്കടങ്ങളേ ഉള്ളൂ, വിഷമങ്ങളേ ഉള്ളൂ, ദുഃഖങ്ങളേ ഉള്ളൂ, വേദനകളേ ഉള്ളൂ, കണ്ണീരുകളേ ഉള്ളൂ. ഏത് ടെൻഷൻ വന്നാലും മുസ്തഫ നബി തങ്ങൾ അവിടെ നിന്ന് ചൊല്ലാൻ പഠിപ്പിച്ചത് ഹുവല്ലാഹുല്ലദീ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിന്റെ ആയത്ത് നിങ്ങളൊന്ന് ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധിയാണോ, ഏത് വലിയ സങ്കടമാണോ, ഏത് വലിയ ദുഃഖമാണോ, ഏത് വലിയ ദുരിതമാണോ, ആ ദുഃഖവും ആ പ്രയാസവുമല്ല അല്ലാഹു തആല മാറ്റിത്തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ്. ഈ ആയത്ത് നമ്മൾ ഓതിയാല് നമുക്ക് എന്ത് ടെൻഷൻ വന്നാലും എന്ത് സങ്കടം വന്നാലും ഇതങ്ങ് ഓതണം.
നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, നബി തങ്ങളോടുള്ള ഇഷ്കിന്റെ പ്രതിഫലവും അള്ളാഹു നമുക്ക് തരും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹിന്റെ പ്രവാചകരാ നമ്മളിത് പഠിപ്പിച്ചത്. നമ്മൾ ഏതൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ നിയത്ത് വെക്കണം, പടച്ചോനെ എൻ്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചത് ഞാൻ ഈ ചെയ്യുന്നത്, അതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നാരൊപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയിക്കും.